പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ദൈവം അഴിച്ചുവെച്ച തിരുവസ്ത്രം എടുത്തണിയാൻ അവർ തുനിഞ്ഞപ്പോൾ അതുവരെ വെളിച്ചത്തിൽ ഒളിച്ചുപോയി. ഇരുളിൽ പടർന്നു ഒരു ബഹുരൂപം അവരുടെ മുന്നിൽ ഒരു കൊള്ളിയാൻ പോലെ അവതരിച്ചു. മലയാളികൾ കഴിഞ്ഞ 40 വർഷത്തിന് മുകളിലായ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മലയാളിയുടെ സ്വന്തം അഹങ്കാരം. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം. There's only one Mohanlal that happens once in 100 years, I think. ഇത്രയും വർഷമായിട്ട് he's been performing എത്ര രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നും when you see him on screen there's a magic. ഇന്ദ്രനീലഗംഗേ പാടു ചന്ദ്രകാന്തലതികേ ആടു സപ്തസാലവനമേ മംഗളത്തെന്നലിളകി ഒഴുകവേ പൊന്നണി തിങ്കളുരുകി ഒഴുകവേ ഇവിടെ ഇനിയൊരമൃത താണ്ഡവം തുടരുകിനിയൊരഭയ താണ്ഡവം പ്രകൃതി ഉണരുമാഷ താണ്ഡവം പ്രഭുത ചൊരിയു മധുല താണ്ഡവം മുടിയിലണി ജടയിലകി നാഗമണി തളയിലകി ഇവിടെ ഇനിയും ലഹരിയുടെ ഭൂതഗണങ്ങളെ കാവൽ നിർത്തി ശിലകളിൽ രൂപങ്ങൾ ഞാൻ ആവാഹിച്ചു വയ്ക്കും. ഭക്തിയും ജീവിതമാർഗമായി സ്വീകരിച്ച എന്നെ നിങ്ങൾ ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇന്ത്യാവിൻ പെരുമ, കേരളവിൻ സ്വത്ത്. നാട്യാചാര്യനെ പോലെ അഭിനയത്തിന്റെ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. உலக அளவில் ஒரு 10 சிறந்த நடிகர் இருப்பாங்க அப்படின்னா அதுல நம்ம இந்தியாவில இருந்து நிச்சயமா போகக்கூடிய മോഹൻലാൽ ചിരിച്ചാൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ ലൈറ്റ് ഹൗസ്. ആനി മോനെ സ്നേഹിക്കുന്നവളെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം. ഒന്നാംകിളി പൊന്നാൻകിളി വന്നാൻകിളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാംകിളി കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താ തേൻപഴമേ തളിർ ചുണ്ടിൽ പുത്തിരി കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന ഇപ്പോഴത്തെ ഒരു കമന്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പഴയ മോഹൻലാലിനെ വേണമെന്നാണ്. അഭിനയത്തിൽ അനായാസത കൈമുതലാക്കിയ അസാമാന്യ പ്രതിഭയെന്ന് ലോകം തന്നെ വാഴ്ത്തിയ നടൻ. പക്ഷേ ആ ലാലേട്ടനെ എവിടെയോ മലയാളിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ മുറവിളി. കൊതിക്കുകയാണ് ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എന്റെ പൊന്നു ബ്രോ ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവേ, സത്യം പറയാൻ കൊതിയാവേ. സമീപകാല സിനിമകൾ കടുത്ത മോഹൻലാൽ ആരാധകർക്ക് പോലും സമ്മാനിച്ചത് നിരാശയാണെന്നുള്ളതാണ് സത്യം. നെയ്യാറ്റിൻകര ഗോപനും ലക്കി സിംഗും കാളിദാസും ഒന്നും മലയാളി കാഴ്ചക്കാരെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തിയില്ല എന്ന് സമ്മതിക്കാം. മോഹൻലാലിന്റെ താരപദവി അവസാനിച്ചു. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. ഞാൻ വരും, തൂണ് പിളർന്നും വരും, സംഹാരത്തിന്റെ അവതാരമായി അന്ന് ഞാൻ വരും. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ചാരം മൂടിയ കനലിന് മീതെ കാറ്റ് വീശട്ടെ, അതൊരു കനൽ കാറ്റാവട്ടെ. I am coming back. ഇപ്പോൾ മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടൊരു 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. എല്ലാവരും മോഹൻലാലിനെ കുറ്റം പറയുന്നു, അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞിച്ചിട്ട് വിളിച്ചു. ഒറ്റ പടം മതി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. നീ ഒന്ന് തടയാൻ പറ പവിത്ര. ഇതിലെത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. വാ, ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. പറ. പടം
അതൊക്കെ ഒരു സിനിമ, നമ്മുടെ സിനിമയുടെ മാജിക് എന്നൊക്കെ പറയുന്നു. പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊണ്ട് ഇറങ്ങി. ലാലേട്ടൻ is back. പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? History tells us that powerful people come from powerful places. History was wrong. Powerful people make places powerful. ഒരേ ഒരു രാജാവ്